ആലത്തൂർ ചിറ്റൂർ താലൂക്ക് NSS യൂണിയന്റെയും വനിതാ യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് കരയോഗം വനിതാ സമാജ ഭാരവാഹികളുടെ നേതൃസംഗമം നടത്തി. ആലത്തൂർ താലൂക്ക് NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ യൂണിയൻ പ്രസിഡന്റ് K. സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഭവനം നിർമ്മിക്കാനായി 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ 2 ഭവനം. ശരിക്കും അർഹതപ്പെട്ടവർക്ക് 1 ലക്ഷം കൊണ്ടൊന്നും ആവില്ലെങ്കിലും പക്ഷെ അതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് നമ്മുടെയുള്ള ഉദാരമതികളായ നമ്മുടെ കൂടെ മെമ്പർമാർ സഹായം കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഭവനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, കനകജുബിലി സ്കോളർഷിപ്പ്, അല്ലാത്ത സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പാലക്കാട് സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട്. 25 കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിലേക്കായി മൊത്തം ഈ ധനസഹായങ്ങൾ കൊടുക്കുന്നതിലേക്കായി ഏകദേശം നമ്മൾ വകയിരുത്തിക്കുന്നത് 3.30 കോടി രൂപയാണ്. ഇത്രയും വലിയൊരു സംഖ്യയാണ് NSS നമ്മുടെ ആൾക്കാർക്ക് തരുന്നത്. 3.5 കോടി രൂപയോളം രൂപ നമ്മൾ എന്താ അങ്ങോട്ട് കൊടുക്കുന്നത്? എന്താ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എന്ന് പറയൂ. എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു ജന്മനക്ഷത്ര പിരിവ് അല്ലേ, അത് തരുമ്പോ ഈ തരുന്ന വ്യക്തികൾക്ക് ഉള്ളിലുണ്ടെന്ന് ചേതോവികാരം എന്താ വെച്ചാൽ ഇത് കൊണ്ടുപോയിട്ട് വേണം അന്നത്തെ ആചാര്യന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള ഭാവത്തിലാണ് 10 രൂപ തരുന്നത്. നായർ സർവീസ് സൊസൈറ്റി സംഘടനാ ശാഖാ വിഭാഗം സൂപ്രണ്ട് B. ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയന്റെ കീഴിലുള്ള വിവിധ കരയോഗ വനിതാ സമാജങ്ങളിൽ നിന്നായി കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറി, വനിതാ സമാജം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുൾപ്പെടെ 250-ലധികം ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. സെക്രട്ടറി KK വിനീഷ് കുമാർ, P. രവികുമാർ മുരിങ്ങമല, രജനി വിനോദ്, MG ഷീല എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.